നമ്മുടെ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരു സംയുക്ത സംരംഭമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതായത് നമ്മൾ പോസ്റ്റൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ അപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. റീസെൻ്റായിട്ട് നമ്മൾ ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. GOCL എജുലാൻഡ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ISRO HSFC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പ്രീ വൈക്യൂസും ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിലിട്ടുണ്ട്. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ GOCL എജുലാൻഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിലും സ്റ്റഡി മെറ്റീരിയൽസ് ഉള്ളതുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് PYQs ഡൗൺലോഡ് ചെയ്യാനുള്ള. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. നിങ്ങൾക്ക് കാണാം ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് കാണാം. അപ്പോൾ അവരുടെ ഒരു സംയുക്ത സംരംഭമാണ് ഈ പറയുന്ന ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. 11/12/2024 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വേക്കൻസികളൊക്കെ നമുക്ക് നോക്കാം. പ്ലാന്റ് ഓപ്പറേറ്റർ വിളിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് JCB ഓപ്പറേറ്റർ വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിറ്റർ വിളിച്ചിട്ടുണ്ട്, ഫിറ്റർ മെഷീനിസ്റ്റ് വിളിച്ചിട്ടുണ്ട്, വെൽഡർ വിളിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്, ദെൻ വെയ് ബ്രിഡ്ജ് ഓപ്പറേറ്റർ വിളിച്ചിട്ടുണ്ട്, ദെൻ മെക്കാനിക്കൽ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്, ബോയിലർ അറ്റൻഡൻറ്റ്. ഇത്രയും തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരിക്കലും ഇത് പെർമനന്റ് വേക്കൻസി അല്ല, ഇത് ടെമ്പററി അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ തിരക്കിലുള്ള സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്ലാന്റ് ഓപ്പറേറ്ററിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുമായി റിലേറ്റഡ് ആയുള്ള ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 7 വേക്കൻസിയാണ് ടോട്ടൽ. 27,609 രൂപയാണ് ഇതിൻ്റെ സാലറി ആയിട്ട് പറയുന്നത്. 3 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. ഇനി അതോടൊപ്പം തന്നെ JCB ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 7ാം ക്ലാസ് പാസ്സായാൽ മതി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പക്ഷേ നിങ്ങളുടെ ഹെവി ലൈസൻസ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് മുന്നേ എടുത്ത് ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ബാഡ്ജും ഉണ്ടായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്കവേറ്ററൊക്കെ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം, അത് പ്രവർത്തിക്കാനുള്ള. അതോടൊപ്പം തന്നെ അതിൽ പ്രവർത്തിച്ചുള്ള ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷനാണ്. പിന്നെ മെഡിക്കലൊക്കെ നമ്മൾ ഫിറ്റ് ആയിരിക്കണം. നമ്മൾ ഈ വിഷനൊക്കെ കൂടെ പറഞ്ഞിട്ട് 6/6 ഉണ്ടായിരിക്കണം, ഡിസ്റ്റൻസ് വിഷനൊക്കെ. പിന്നെ ഈ പറയുന്ന കളർ വിഷൻ കാര്യങ്ങളൊക്കെ നോർമൽ, അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് അതിൽ പറയുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 വേക്കൻസിയാണ്. 27,609 രൂപയാണ് ഇതിലേക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഇനി അടുത്തത് ഫിറ്ററാണ്. ഫിറ്ററിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ITI ആണ്, അല്ലെങ്കിൽ VHSC കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫിറ്റർ ട്രേഡിൽ ഇതിൽ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 6 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 19,207 രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഇതിനടുത്ത് ഫിറ്ററിൽ തന്നെ മെഷീനിസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI ആണ്. ഫിറ്റർ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ തുല്യമായുള്ള ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. VHSC ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. 3 ഇയേഴ്സ് ഡ്യൂറേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 1 വേക്കൻസിയാണ്. അതിൽ 19,207 രൂപയാണ് സാലറി വരുന്നത്. വെൽഡറും ഇതിലേക്ക് നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഈ വെൽഡിംഗ് ട്രേഡിലായിരിക്കണം എന്നുള്ളതാണ്. എങ്കിലും തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന VHSC നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 3 വേക്കൻസിയാണ്. 19,207 സാലറി ലഭിക്കുന്നത്. ഇനി അടുത്തത് ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രീഷ്യനിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വയർമാൻ ലൈസൻസും അതുപോലെ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 2 വേക്കൻസിയാണ്. 19,207 സാലറി. ദെൻ നിങ്ങൾക്ക് വേ ബ്രിഡ്ജ് ഓപ്പറേറ്റർ ആണെങ്കിൽ SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. പ്ലസ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 6 മന്ത് ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ഡിപ്ലോമ ചെയ്തവരായിരിക്കണം. പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 1 വേക്കൻസിയാണ്. ഇതിലേക്ക് 19,207 ആണ്. ദെൻ മെക്കാനിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഫിറ്റർ അല്ലെങ്കിൽ മെഷീനിസ്റ്റ് ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ അതിന് തുല്യമുള്ള VHSC ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 2 ഇയേഴ്സ് എക്സ്പീരിയൻസും അത് ഇതിലേക്ക്. 25 വേക്കൻസി ഇതിലുണ്ട്. 18,726 സാലറി ലഭിക്കുന്നത്. ദെൻ ബോയിലർ അറ്റൻഡൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI ഫിറ്റർ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ തുല്യമായുള്ള ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് വേണം. 2nd ക്ലാസ് ബോയിലർ അറ്റൻഡൻ്റിനുള്ള 3 വേക്കൻസി ഉണ്ട്. 18,246 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് പകരം നിങ്ങൾ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 ഇയേഴ്സ് ആണ്. 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് 1 വർഷത്തെ അപ്രന്റീഷിപ്പും അതുപോലെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ 3 വർഷമായിട്ട് കണക്കാക്കാം കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് മിനിമം ഏജ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 18, മാക്സിമം 36 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കൂടെ കാണാം. 1/1/2024 കണക്കാക്കിയാണ് ഈ ഏജ് ലിമിറ്റ്. അപ്പോൾ മിനിമം 18 ആയിരിക്കണം, മാക്സിമം 36 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന SC ST OBC അതുപോലെ അങ്ങനെയുള്ളവർക്ക് ഏജ് റിലാക്സേഷനും എക്സ്പീരിയൻസിലൊക്കെ റിലാക്സേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എത്രയാണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സും എന്ത് ചെയ്യുക, 1-2 വർഷമൊക്കെ ഉണ്ടെങ്കിൽ അവർ അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക തൽക്കാലം. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 41 വയസ്സ് വരെയും, OBC ആണെങ്കിൽ 39 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം.
ചെയ്യാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് 179 ദിവസത്തേക്കാണ് കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. അത് ഈ പറയുന്ന പാം ഓയിൽ മില്ല് നിൽക്കുകയാണ് യെരൂർ എസ്റ്റേറ്റ് കൊല്ലം ആയിരിക്കും അതിൻ്റെ പോസ്റ്റിംഗ്, ഇനീഷ്യൽ പോസ്റ്റിംഗ്. അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ വിവിധ യൂണിറ്റിലും വിവിധ ലൊക്കേഷനിലും വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ആവശ്യത്തിന് ഇതിനനുസരിച്ച് വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാം. അതൊന്നും കറക്റ്റായിട്ട് പറഞ്ഞില്ല, ഇവിടെ കറക്റ്റായിട്ട് ഡേ ആണ് പറയുന്നത്, 179 എന്നെങ്കിലും നമുക്കത് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുകയും വീണ്ടും ഇതിലെന്തെങ്കിലും വേക്കൻസി ഉണ്ടെന്ന കാരണം അതനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിലവിൽ തന്നിരിക്കുന്ന വേക്കൻസി എന്ന ഏകദേശം പ്രതീക്ഷിത വേക്കൻസിയാണ്, അത് കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് പോസ്റ്റലായിട്ടാണ് അയക്കേണ്ടത്. അത് നമ്മൾ ഫോം ഉണ്ട്, ഒരു ബയോഡാറ്റ ഉണ്ട്, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇനി കാറ്റഗറി സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയുള്ള ആധാർ കാർഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി ഡിസംബർ 26. ഡിസംബർ 26 ഉള്ളിൽ അവിടെ എത്തണം പോസ്റ്റലായിട്ട്. അപ്പോൾ നിങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന എൻവലപ്പ് കവറിൻ്റെ മുകളിൽ നിങ്ങളുടെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും എഴുതുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വാചകം പാടെ എഴുതണം. അതിൻ്റെ കൂടെ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതണം. ഇത് എൻവലപ്പിൻ്റെ മുകളിൽ കേട്ടോ, നമ്മൾ പോസ്റ്റിലായിട്ട് അയച്ചു കൊടുക്കുന്ന കവറിൻ്റെ മുകളിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ്, ഇലക്ട്രീഷ്യനാണോ ഇലക്ട്രീഷ്യൻ ഏതാണെന്ന് വെച്ചാൽ ആ പോസ്റ്റിൻ്റെ പേര് അവിടെ എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ അവിടെ എന്ത് ചെയ്യുക, കോൺട്രാക്റ്റ് എന്ന് എഴുതുക. ആ പോസ്റ്റ് നെയിം കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കോൺട്രാക്റ്റ് ഇതേപോലെ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു റോസ് കളറിൽ ഇവിടെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് ഇവിടെ ഏതാ പോസ്റ്റ് വെച്ചാൽ അത് എഴുതി കൊടുക്കുക, ഇലക്ട്രീഷ്യൻ ഈ വാചകം കംപ്ലീറ്റ് ആയിട്ട്, എന്നിട്ട് ബ്രാക്കറ്റിൽ കോൺട്രാക്റ്റ് എന്ന് എഴുതുക. ഈ ഒരു വാചകം നിർബന്ധമായിട്ടും എഴുതണം. നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഇട്ട് നിങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന കവറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ എൻവലപ്പിൻ്റെ മുകളിലാണ് നമ്മൾ എഴുതേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഞാൻ പറയാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇതിലേക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മേ ബി ടെസ്റ്റ് ആയിരിക്കാം, മേ ബി ഇൻ്റർവ്യൂ ആയിരിക്കാം, അത് അവർ തീരുമാനിക്കും. ഇതിൽ എന്താണെന്ന് പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിലേക്കുള്ള അഡ്രസ്സ് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് അഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് അഡ്രസ്സ്, എല്ലാ പേജിലും ഉണ്ട്. നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സാണ്, ഇതാണ്. ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അവിടെ പിൻകോഡ് സഹിതം വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 68601 ഇവിടെ മുതൽ നിങ്ങൾക്ക് തുടങ്ങിയിട്ട് ഈ പറഞ്ഞ ഞാൻ മാർക്ക് ചെയ്ത് മുതൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് പിൻകോഡ് വരെ ഈ അഡ്രസ്സിലേക്ക് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. ഡിസംബർ 26 ലാസ്റ്റ് അവിടെ എത്തേണ്ട അവസാന തീയതി. അത് കഴിഞ്ഞിട്ട് എത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്പീഡ് പോസ്റ്റ് ഒക്കെ അയച്ചാൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ അവിടെ എത്തുന്നതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. ഒഫീഷ്യൽ നമ്മുടെ ഈ ജിയോ സിയാലിൻ്റെ ഹോം പേജാണ്. ഇനി നിങ്ങൾക്ക് ഗൂഗിളിൽ എന്ത് ചെയ്യാം, ജിയോ സിയാൽ ജിലാൻഡ് എന്ന് ടൈപ്പ് ചെയ്താലും നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഹോം പേജിൽ കയറാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് അതുപോലെ കേരള ജോബ്സ് എന്നുള്ളതൊക്കെ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കുറേ കോളംസ് ഇവിടെ കാണാം. ഇനിയിപ്പം നമ്മുടെ HSFCയുടെ അഡ്മിറ്റ് കാർഡ് ഇതൊക്കെ വന്നിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെയുള്ള ലിങ്ക് അഡ്മിറ്റ് കാർഡ് ഇതൊക്കെ ഇതിലുണ്ട് കേട്ടോ, അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കാണാം കേരള ജോബ്സിൻ്റെ ഇവിടെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന് കാണാം. ഇപ്പോൾ ഇവിടെ കേരള ജോബ്സിൻ്റെ അടിയിലും കാണാം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ച നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലൂടെ കാണാം. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോമിൽ ഓപ്പൺ ആക്കാം. ഇതാണ് അപ്ലിക്കേഷൻ ഫോം. ഇത് നമ്മളൊരു ബയോഡാറ്റ പോലെയാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയും നിങ്ങൾ ഇതുപോലെ അപ്ലിക്കേഷൻ ഫോർ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്താൽ ആ പോസ്റ്റ് നെയിമാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വെൽഡറാണോ വെൽഡർ ഏതാച്ചാൽ അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിക്കുക, നിങ്ങളൊരു റീസെൻ്റ് പാസ്വേഡ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ പേര്, ഇതൊക്കെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു. അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, 10ാം ക്ലാസ് മുതൽ നിങ്ങളിങ്ങനെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് പോരാ. ഇപ്പോൾ ഇവിടെ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ നമുക്ക് വാലിഡ് വയർമാൻ ലൈസൻസും സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റിനുള്ളതാണ് ഇവിടെ കേട്ടോ. ജസ്റ്റ് ഇവിടെ കാണിക്കാം നിങ്ങൾക്ക്. ഇവിടെ കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ വയർമാൻ ലൈസൻസ് അല്ലെങ്കിൽ ബോയിലർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള പോസ്റ്റുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർ മാത്രം ഇവിടെ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, അതല്ലാത്തവർ എന്ത് ചെയ്യേണ്ട, അതിൻ്റെ വാലിഡിറ്റിയും ഇതൊക്കെ കൊടുക്കണം കേട്ടോ. ആ സർട്ടിഫിക്കറ്റിൻ്റെ, അതായത് വയർമാൻ ലൈസൻസോ അല്ലെങ്കിൽ ബോയിലർ റിട്ടേൺ രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ്, ഇനി സൂപ്പർവൈസർ ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും അതിൻ്റെ വാലിഡിറ്റി ഒക്കെ കാര്യങ്ങൾ കൊടുക്കണം. ബാക്കിയുള്ളവരൊന്നും എന്ത് ചെയ്യേണ്ട, ഇവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ഇനി ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് പേജിൽ ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്താൽ അതന്നെ ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്, ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ടേബിളിൽ പറ്റില്ല, അഡീഷണൽ ഷീറ്റ് നിങ്ങൾക്ക് ഇതുപോലെ കോളം വരച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓർഗനൈസേഷൻ പേര്, നിങ്ങൾ ഏത് പൊസിഷനായിരുന്നു, റെമ്യൂണറേഷൻ എത്രയായിരുന്നു, പീരീഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ എന്തായിരുന്നു അവിടെ റെസ്പോൺസിബിലിറ്റി, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ പേര് എഴുതാം, ഡിക്ലറേഷൻ വായിക്കുക, നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര്, ഡേറ്റ്, നിങ്ങളുടെ സിഗ്നേച്ചർ. ഇങ്ങനെ 2 പേജ്
പേജ് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് ഉള്ളത്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം, സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ SC ST OBC ഒക്കെ ആണെങ്കിൽ റിസർവേഷൻ കാര്യങ്ങളൊക്കെ കിട്ടണം, അതിനുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു ആധാർ കാർഡിൻ്റെ ഇതൊക്കെ നമ്മൾ ID കാർഡ് ജസ്റ്റ് അത് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുക, എന്ന് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. എന്നിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഇതിൻ്റെ കൂടെ വെച്ച് നമ്മൾ എന്തെങ്കിലും അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കേണ്ട മേൽവിലാസം അല്ലെങ്കിൽ അഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞു, അത് നമ്മുടെ വെബ്സൈറ്റിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കൂടെ കാണാം. ഓക്കെ, അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്